ഇന്ന് ഉത്രാടാണ്. രാവിലെ നമ്മൾ ലാൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച നാട് മുതലുള്ള ഉത്രാടം എങ്ങനെയാണെന്നറിയോ? കിറ്റും ജേഴ്സി എടുത്ത് രാവിലെ തന്നെ ഗ്രൗണ്ടിൽ പോവും. പക്ഷേ ഈ ബാക്കിൽ വരുന്ന ആൾ കിറ്റ് എടുത്തിട്ട് ഗ്രൗണ്ടിലേക്കല്ല കേട്ടാ, കടയ്ക്കാണ്. പിന്നെ നമ്മൾ ഉത്രാടത്തിൽ വേറൊരു ഉത്രാടം കണ്ടുട്ടാ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ പോയി. ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ആരുമില്ല. എൻ്റെ ഇന്നലത്തെ വ്ളോഗ് കണ്ടിച്ചിരിക്കണ 2 ചെക്കന്മാരെ കണ്ടുട്ടോ. പക്ഷെ ഞാൻ അവരെൻ്റെ കൂടെ പഠിച്ചേട്ടാ, വിഷ്ണു സൂര്യയും. പിന്നെ ഇവരെ ഫോട്ടോ എടുക്കുക പറഞ്ഞ വീഡിയോ എടുത്ത് പറ്റിച്ച്. കളി തുടങ്ങാൻ ടൈമുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഇവരുടെ ഷോ കണ്ടു നിന്നുട്ടാ. പഴയ പുലികളാണ്. പിന്നെ ഇങ്ങനെയുള്ള ചില മുഖങ്ങളൊക്കെ ആണ്ടിനും സംക്രാന്തിക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെയൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കളിയൊക്കെ തുടങ്ങിയിട്ടാ. നമ്മുടെ കളി 2ാമത്തെ കളിയായിരുന്നു. കിറ്റൊക്കെ ചെയ്തു. മഴ കാരണം കളി നടക്കില്ല പറഞ്ഞിട്ട് നമ്മുടെ കീപ്പർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ലാസ്റ്റ് നമ്മൾ ഫോർവേഡിനെ പിടിച്ച് കീപ്പർ നിർത്തി. ഞാനടിച്ച ഗോളിൽ അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് വിൻ ചെയ്തു കേട്ടാ. പക്ഷെ ആരുടെ ശാപാന്നറിയില്ല, നമുക്ക് സദ്യ കഴിക്കാൻ പറ്റാത്ത വിധത്തിലൊരു മുറി കിട്ടി. ഇനി ടൂർണമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഓണത്തിന്, പൂരാടം, ഉത്രാടം എന്നീ ദിവസങ്ങളിലാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് നടത്താറ്. വർഷത്തിലൊരിക്കലും നടത്തുന്ന ഈ ടൂർണമെൻറ്റ് ജയിക്കുന്ന ടീമാണ് നാട്ടിലെ ഏറ്റവും നല്ല ടീം. അതുകൊണ്ട് എല്ലാ ടീമിനും നല്ല വാശി ഉണ്ടാവും കേട്ടോ. ഇനി കളികൾ വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോയി. വൈകുന്നേരം വന്നപ്പോൾ ശംഭുവേട്ടനെ കണ്ടു. ഇദ്ദേഹമാണ് രാവിലെ വരാതിരുന്ന കീപ്പർ. അങ്ങനെ പല കളി ജയിച്ച് പല നിർണായക നിമിഷത്തിലൂടെ നമ്മൾ ഫൈനലിലെത്തിയിട്ടാ. ഫൈനലിൽ നമുക്ക് കിട്ടിയ എതിരാളികൾ നമ്മുടെ അനിയന്മാരെന്നെ ഇടുന്നു. പക്ഷെ നമ്മൾ കളി തോറ്റു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇനി അടുത്ത ഓണം വരെയുള്ള കാത്തിരിപ്പാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ക്ലബ്ബുകളും കൂട്ടായ്മകളൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 15 വർഷത്തിലേറെയായി ഈ ഓണം ഫുട്ബോൾ ഫെസ്റ്റ് നമ്മൾ നടത്തി വരുന്നത്. ഇനി ബെസ്റ്റ് ടീം എന്ന ലാബിൽ 1 വർഷം വരെ ഇനി ഇവർക്കുള്ളതാണ് കേട്ടോ. ഇനി 1 വർഷം വരെ അവന്മാരെ സഹിക്കണം. പിന്നെ നമ്മൾ റണ്ണേഴ്സിൻ്റെ ട്രോഫിയും വാങ്ങി വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.